ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പല കാരണങ്ങളാൽ കേരളം പ്രസിദ്ധമാണ് ലോകത്തിനു മുന്നിൽ. ചരിത്രപരമായതും വ്യക്തിപരമായതും എല്ലാം. ജനപ്രതിനിധികളുടെ പ്രകടനങ്ങൾ കൊണ്ട് പരമോന്നതമായ നിയമസഭയിലും ചരിത്രമാണ് എഴുതി ചേർക്കപ്പെട്ടത്. ഒരു ബജറ്റ് അവതരണത്തെ തുടർന്ന് കേരളത്തിനു നാണക്കേട് തന്നെയാണ് ഉണ്ടായത്. പ്രധാന വാർത്തകളിലേക്ക്. മന്ത്രി കെ എം മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF സംസ്ഥാനത്തൊട്ടാകെ ഭരണകേന്ദ്രങ്ങൾ ഉപരോധിച്ചു. പലയിടങ്ങളിലും കല്ലേറ്. ശനിയാഴ്ച ഹർത്താൽ. സംസ്ഥാന ബഡ്ജറ്റ് ആശ്വാസപ്രദമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ ടി നസറുദ്ദീൻ. സാമൂഹ്യനീതി നിയമം കൊണ്ട് മാത്രം നടപ്പാകുമെന്ന് കരുതുന്നില്ലെന്ന് മേയർ AK പ്രേമജം. വിശദമായ വാർത്തയിലേക്ക്. 2 MLA-മാരെ ചാക്കിട്ട് പിടിച്ചാണ് UDF സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം VV ദക്ഷിണാമൂർത്തി. PWD കോംപ്ലക്സിന് മുന്നിൽ നടന്ന LDF ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ച KM മാണി ബജറ്റ് അവതരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ ജില്ലയിലെ പ്രധാന സർക്കാർ ഓഫീസുകൾ ഉപരോധിച്ചു. 12 കേന്ദ്രങ്ങളിലാണ് ഉപരോധ സമരം നടന്നത്. കോഴിക്കോട് നഗരത്തിൽ PWD കോംപ്ലക്സിന് മുന്നിലാണ് LDF ഉപരോധിച്ചത്. ട്രഷറി ഓഫീസും ജില്ലാ രജിസ്ട്രാർ ഓഫീസും ഉൾപ്പെടെ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ എല്ലാം തന്നെ നിശ്ചലമായി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം VV ദക്ഷിണാമൂർത്തി സമരം ഉദ്ഘാടനം ചെയ്തു. 2 MLA-മാരെ ചാക്കിട്ട് പിടിച്ചാണ് UDF സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നും ഭരണപക്ഷത്തുണ്ടായ MLA പ്രതിപക്ഷത്തിനുവേണ്ടി വോട്ട് ചെയ്തത് ഭരണ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ചാക്കിട്ട് പറ്റുന്നത് കൂടിയില്ലായിരുന്നെങ്കിൽ വളരെ വ്യക്തമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ ഈ UDF രാജിവെക്കേണ്ടി വരും. ഭരണകക്ഷി ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു MLA പ്രതിപക്ഷത്തോടൊപ്പം വോട്ട് ചെയ്യാൻ തയ്യാറായി എന്ന് പറയുന്നത് തന്നെ ഈ സർക്കാരിന്റെ പരാജയമാണ്. എലത്തൂർ മണ്ഡലത്തിൽ ചേളന്നൂർ വില്ലേജ് ഓഫീസ്, വടകരയിൽ മിനി സിവിൽ സ്റ്റേഷൻ, കൊയിലാണ്ടി താലൂക്ക് ഓഫീസ്, ബാലുശ്ശേരിയിൽ രജിസ്ട്രാർ ഓഫീസ്, കുറ്റ്യാടിയിൽ ആയഞ്ചേരി വില്ലേജ് ഓഫീസ്, തിരുവമ്പാടിയിൽ മുക്കം വില്ലേജ് ഓഫീസ്, നാദാപുരത്ത് തോട്ടിൽപ്പാലം ട്രഷറി, പേരാമ്പ്രയിൽ പേരാമ്പ്ര ട്രഷറി, ബേപ്പൂർ മണ്ഡലത്തിൽ ഫറോക്ക് രജിസ്ട്രാർ ഓഫീസ്, കൊടുവള്ളിയിൽ കൊടുവള്ളി ട്രഷറി, കുന്നമംഗലത്ത് ഡെപ്യൂട്ടി തഹസിൽദാർ ഓഫീസ് എന്നിവയ്ക്ക് മുന്നിലാണ് LDF ഉപരോധിച്ചത്. LDF കൺവീനർ മുക്കം മുഹമ്മദ്, ജോബ് കാട്ടൂർ, TP ദാസൻ, CP ഹമീദ്, MM പത്മാവതി, ജാനമ്മ കുഞ്ഞുണ്ണി എന്നിവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. പോലീസ് ക്യാമറ സമരക്കാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് നേരിയ തോതിൽ സംഘർഷമുണ്ടാക്കി. നിയമസഭയിൽ LDF MLA-മാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DC-യിൽ നിന്നും ആരംഭിച്ച പ്രകടനം കമ്മീഷണർ ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് മന്ത്രി മാണിയുടെ കോലം കത്തിച്ചു. പിരിഞ്ഞുപോകവെ പ്രവർത്തകർ PWD മേഖലാ കാര്യാലയത്തിലേക്ക് കല്ലേറ് നടത്തി.
ധനമന്ത്രി കെ.എം. മാണി അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ ആശ്വാസപ്രദമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേറ്റ് പ്രസിഡന്റ് ടി നസറുദ്ദീൻ വ്യാപാര ഭവനിൽ നടന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അവർ. 2015-16 വർഷത്തേക്കുള്ള കേരള ബഡ്ജറ്റ് കെ.എം. മാണി അവതരിപ്പിച്ചത് ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ ആശ്വാസപ്രദമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേറ്റ് പ്രസിഡന്റ് ടി നസറുദ്ദീൻ. പുതിയ വലിയ നിർദ്ദേശങ്ങളില്ലാതെ അവതരിപ്പിച്ച ബഡ്ജറ്റ് കുറച്ച് ആശ്വാസകരമാണ്. ആശ്വാസകരമായ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ കേരളത്തിലെ വലിയൊരു വ്യാപാര മേഖലയായ തുണിമേഖലയിൽ 2% ടേൺ ഓവർ ടാക്സ് ഉണ്ടായത് 1 കുറയ്ക്കണമെന്ന് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ നിവേദനം സമർപ്പിച്ച് അത് അംഗീകരിച്ചുകൊണ്ട് ആശ്വാസം. തുണിത്തരങ്ങൾക്ക് ഏർപ്പെടുത്തിയ നികുതി 1% കുറച്ചതും റബ്ബർ തടികൾക്ക് ടാക്സ് ഒഴിവാക്കിയതും ആശ്വാസപ്രദമാണ്. എന്നാൽ പഞ്ചസാര, വെളിച്ചെണ്ണ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ നികുതി പ്രതിഷേധാർഹമാണ്. ആട്ട, മൈദ, റവ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ 5% നികുതിയും സാധാരണക്കാരന്റെ ജീവിതം ദുസ്സഹമാക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും 1 രൂപ നിരക്കിൽ വില വർദ്ധിപ്പിച്ചത് സമസ്ത മേഖലയെയും പ്രതികൂലമായി ബാധിക്കും. ജനങ്ങളുടെ വാഹനമായ മോട്ടോർ സൈക്കിളുകൾക്ക് നികുതി കൂട്ടിയത് പിൻവലിക്കേണ്ടതാണ്. ഓൺലൈൻ വ്യാപാരത്തിന് നികുതി ഏർപ്പെടുത്തിയ കാര്യം സ്വാഗതാർഹമാണ്. ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ സ്വീകാര്യമല്ലാത്ത നിർദ്ദേശങ്ങൾ പരിഹരിക്കുവാൻ ഗവൺമെന്റിനെ സമീപിക്കുന്ന രീതി വ്യാപാരി വ്യവസായ സമൂഹത്തിനുണ്ട്. അങ്ങനെ ചെയ്താൽ അഴിമതിയാണ് എന്ന് പറയുന്നതുകൊണ്ട് ഇപ്പോൾ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇളവ് ആവശ്യപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് മേൽനിർദ്ദേശങ്ങളിൽ MLA-മാർ തന്നെ പ്രതികരിക്കണമെന്നും നസറുദ്ദീൻ പറഞ്ഞു. ധനമന്ത്രി കെ.എം. മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കിഡ്സൺ കോർണറിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ. കൃഷ്ണകുമാർ, ജില്ലാ കൺവീനർ കുഞ്ഞിരാമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഴിമതി ആരോപണത്തിന് വിധേയനായ ധനമന്ത്രി കെ.എം. മാണി ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കിഡ്സൺ കോർണറിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ. കൃഷ്ണകുമാർ, ജില്ലാ കൺവീനർ കുഞ്ഞിരാമൻ, ജാഫർ അത്തോളി, S.A. അബൂബക്കർ, യൂത്ത് വിംഗ് ജില്ലാ കൺവീനർ സമോവർ, മനാഫ്, ചേതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായത്തിന് തരിമ്പ് നിലനിൽക്കാതെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ആം ആദ്മി പാർട്ടി പറയുന്നത് റൈറ്റ് ടു റീകോൾ കൊണ്ടുവരണം എത്രയും പെട്ടെന്ന്. സാമൂഹ്യനീതി നിയമം കൊണ്ട് മാത്രം നടപ്പാകുമെന്ന് കരുതുന്നില്ലെന്നും ജനങ്ങൾക്കിടയിൽ നിയമ അവബോധം ഇല്ലാത്തത് വലിയ പ്രശ്നമാണെന്നും മേയർ A.K. പ്രേമജം ടാഗോർ ഹാളിൽ നടന്ന വനിതാ നിയമസഹായവും സാമൂഹ്യനീതി നിർവഹണവും പ്രവർത്തന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണം, പരാതി സ്വീകരിക്കൽ, അദാലത്തുകൾ സംഘടിപ്പിക്കുക, നിയമസഹായ ക്ലിനിക്കുകൾ സ്ഥാപിക്കുക തുടങ്ങിയ വൈവിധ്യവും വ്യത്യസ്തവുമായ പരിപാടികൾ സംഘടിപ്പിച്ച് സ്ത്രീ സുരക്ഷയും സ്ത്രീനീതിയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യവുമായുള്ള പ്രവർത്തന പരിശീലന പരിപാടി ടാഗോർ ഹാളിൽ നടന്നു. മേയർ A.K. പ്രേമജം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി നിയമം കൊണ്ട് മാത്രം നടപ്പാക്കുമെന്ന് കരുതുന്നില്ലെന്നും ജനങ്ങൾക്കിടയിൽ നിയമ അവബോധം ഇല്ലാത്തത് വലിയ പ്രശ്നമാണെന്നും മേയർ പറഞ്ഞു. സാമൂഹ്യ നീതി എനിക്ക് തോന്നുന്നു വിവിധങ്ങളായ രീതിയിൽ വിവിധങ്ങളായ തലങ്ങളിൽ നടപ്പിലാക്കേണ്ടതാണ്. അത് നിയമം കൊണ്ട് മാത്രം നടപ്പിലാക്കാൻ സാധിക്കുമെന്ന വിശ്വാസം നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഇല്ല എന്ന് ബഹുമാനപ്പെട്ട സബ് ജഡ്ജി ഇരിക്കുന്ന ഈ സദസ്സിൽ പറയേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷം വഹിച്ചു. DLSS സെക്രട്ടറി RL ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. കൌൺസിലർ ലിംന സുരേഷ്, അഡ്വക്കേറ്റ് സീനത്ത്, MT പത്മ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തയിൽ ഒരിടവേള. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. വിദേശ നിർമ്മിത ഫിഷ് അക്വേറിയങ്ങളുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. വിവിധ തരം അക്വേറിയങ്ങൾ, ആക്സസറീസുകൾ, ഫൗണ്ടൻ തുടങ്ങിയവ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായി 10 മുതൽ 50% വരെ വിലക്കുറവിൽ വിറ്റ് കാലിയാക്കുന്നു. ഈ ഓഫർ ഏതാനും ദിവസത്തേക്ക് മാത്രം. പിക്കാസോ, അമൃത ആർക്കേഡ്, മിംസ് ഹോസ്പിറ്റലിന് സമീപം, നിയർ PNB, മിനി ബൈപാസ് റോഡ്, കോഴിക്കോട്. ഫോൺ നമ്പേഴ്സ് 8714271215, 9249 500 838.
എടാവേ അറിഞ്ഞായിരുന്നോ? മാർച്ച് 18 കല്യാൺ സിൽക്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനമാ. നല്ല അടിപൊളി സെറ്റപ്പാ കേട്ടോ. എന്തുട്ട കടി പറയണേ, മാർച്ച് 25 കല്യാൺ സിൽക്സിന്റെ ന്യൂ ഷോറൂം ഉദ്ഘാടനം. കുന്നംകുളത്താണ് സംഗതി. എന്തിനായി പറയണത്? ആറ്റിങ്ങൽ ടൗണിലാണ് കല്യാൺ സിൽക്സിന്റെ ഇനോഗ്രേഷൻ. ഏപ്രിൽ 6 പരിപാടി. എന്റെ പൊന്നോ, തൊടുപുഴയിലാടാവേ ഉദ്ഘാടനം. കുന്നംകുളത്താണ് മാഷ കല്യാൺ സിൽക്സ്. അണ്ണാ, ഏപ്രിൽ 6 പരിപാടി ആറ്റിങ്കലില്. കല്യാൺ സിൽക്സിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വേണ്ട. 3 ആഴ്ചകളിലായി 3 മെഗാ ഷോറൂമുകൾ. മാർച്ച് 18 തൊടുപുഴ, മാർച്ച് 25 കുന്നംകുളം, ഏപ്രിൽ 6 ആറ്റിങ്കൽ. കല്യാൺ സിൽക്സ് 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. SC/ST ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാനതല സമരപ്രഖ്യാപന കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ണൂർ ജില്ലാ പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൻ പൊക്കുടൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 27 24 മണിക്കൂർ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തുന്നത്. SC/ST ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാനതല സമരപ്രഖ്യാപന കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ണൂർ ജില്ലാ പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൻ പൊക്കുടൻ ഉദ്ഘാടനം ചെയ്തു. കുറെ കാത്തുകിടന്നാൽ കഴിയൂല. എന്ത് വന്നാലും നമ്മളെങ്കിൽ അടങ്ങിയിരിക്കാൻ പാടില്ല. അടങ്ങിയിരുന്നാൽ രക്ഷയില്ല. അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് രാമദാസ് വേങ്ങിരി അധ്യക്ഷം വഹിച്ചു. 5 ലക്ഷം രൂപ വരെയുള്ള ബാങ്ക് ഇതര വായ്പകൾ മുൻകാല പ്രാബല്യത്തോടെ എഴുതിത്തള്ളുക, ബാങ്ക് വായ്പ കുടിശ്ശികയുടെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ജപ്തി നടപടികളും ഭീഷണികളും ഭരണാധികാരികൾ ഇടപെട്ട് അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷനും അംബേദ്കർ ജനപരിഷത്തും സംസ്ഥാന തലത്തിൽ ജില്ലാ കളക്ടറേറ്റ് മുതൽ സെക്രട്ടേറിയറ്റ്, നിയമസഭാ മന്ദിരം എന്നീ ഭരണസിരാ കേന്ദ്രങ്ങളിൽ 1 വർഷക്കാലത്തോളമായി സമരം നടത്തുന്നു. അതിന്റെ പരാതികളും നിവേദനങ്ങളും സർക്കാരിൽ സമർപ്പിച്ചിട്ടും മുഖ്യമന്ത്രി, പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി എന്നിവരിൽ നിന്നും യാതൊരുവിധ സഹായങ്ങളും സംരക്ഷണവും ലഭിച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് മാർച്ച് 27 മുഖ്യമന്ത്രിയുടെ വീട്ടുപടിക്കൽ 24 മണിക്കൂർ നിരാഹാര സത്യാഗ്രഹ സമരം നടത്തുകയാണ്. ഇതിനു മുന്നോടിയായാണ് നളന്ദ ഓഡിറ്റോറിയത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമരസേനാനി P. വാസു, അഡ്വക്കേറ്റ് ആനന്ദ കനകം, അന്വേഷി വിമൻസ് കൌൺസിലർ അജിത, സംഘടനാ സംസ്ഥാന സെക്രട്ടറി ദാസ് കോഴഞ്ചേരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ചന്ദ്രിക അജേഷ്, സംസ്ഥാന സെക്രട്ടറി കുട്ടിക്കൃഷ്ണൻ ഉള്ളിയേരി, AJP കണ്ണൂർ പ്രസിഡന്റ് അജേഷ് സാമിമുക്ക്, മോഹൻദാസ് ഉണ്ണിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. പൊയിൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 250 മീറ്റർ അകലെയുള്ള കടലോരത്തെ മൈതാനത്തുനിന്ന് മണലെടുത്തതിനെതിരെ പ്രതിഷേധം ശക്തം. നാട്ടുകാരും തീരവാസികളും സംഘടിച്ച് എത്തിയതോടെ പോലീസ് ഇടപെട്ട് മണലെടുക്കുന്നത് താൽക്കാലികമായി തടഞ്ഞു. പൊയിൽക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കടലോരത്തെ മൈതാനത്തുനിന്ന് മണലെടുത്തതിനെതിരെ പ്രതിഷേധം ശക്തം. സ്ത്രീകൾ ഉൾപ്പെടെ തീരവാസികളും നാട്ടുകാരും സംഘടിച്ച് എത്തിയതോടെ പോലീസ് ഇടപെട്ട് മണലെടുക്കുന്നത് താൽക്കാലികമായി തടഞ്ഞു. സ്കൂളിൽ നിന്ന് ഏതാണ്ട് 250 മീറ്റർ അകലെ കടലോരത്താണ് ഗ്രൌണ്ട്. 2 ഏക്കർ വരുന്ന ഗ്രൌണ്ടിൽ 8 അടിയോളം കുഴിയെടുത്താണ് മണൽ കടത്തിയത്. സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിന്റെ കോൺക്രീറ്റിംഗിനായി സ്കൂളിന്റെ കടപ്പുറത്തുള്ള മൈതാനത്തെ മണൽ കൊള്ളയടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. സ്കൂൾ കെട്ടിട നിർമ്മാണം നടക്കുന്നതിന്റെ സമീപത്ത് ശേഖരിച്ചതിന്റെ 100 ഇരട്ടി മണൽ പുറത്തു മറിച്ചുവിറ്റതായും ആരോപണമുണ്ട്. കടപ്പുറത്തെ സ്കൂൾ മൈതാനം നവീകരണത്തിന് നേരത്തെ പൊയിൽക്കാവ് ABC ക്ലബും മറ്റും ഇടപെട്ടതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കളികൾ നടക്കുന്നതിനായി കടപ്പുറത്തെ മണലിനു മുകളിൽ ചെമ്മണ്ണ് നികത്തുകയും ചെയ്തിരുന്നു. ഇവിടെയാണ് നവീകരണത്തിന്റെ മറ പിടിച്ച് ഗ്രൌണ്ട് നശിപ്പിച്ചതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. ഈ സ്കൂൾ അധികാരികൾ ഞങ്ങളോട് ഇപ്പം പറഞ്ഞിരിക്കുന്നത് തഹസിൽദാരുടെ പെർമിഷൻ ഉണ്ടെന്നാണ്. എന്നാലും ഒരിക്കലും തഹസിൽദാർ ഇത്തരം ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അഥവാ ഇതിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ശക്തമായി ചെറുക്കുകയും. ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് PV ഷാനി സ്ഥലത്തെത്തി മണലെടുപ്പ് തടയണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലാണ് ഈ തോതിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ്. ഇതിന് കൊണ്ടുപോയ പൂഴി ഇവിടെ കൊണ്ടിടുകയും പൂർവ്വസ്ഥിതിയിലാക്കുന്നവരെ ഇവിടെ എന്തിനെയായാലും ഇത് അനുവദിക്കില്ല. സ്കൂൾ മാനേജ്മെന്റിനെതിരായിട്ട് ശക്തമായിട്ട് ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നതാണ്.
ABC ക്ലബ് പ്രസിഡന്റ് UV മനോജ്, ഷിബു പാറയ്ക്കൽ, PK ശങ്കരൻ, മനോജ് നെടൂളി, ധനേഷ് പാറയ്ക്കൽ, അമർ സിന്ധു, LH ബിജു എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂ ജനറേഷൻ ബാങ്ക്സ് ആൻഡ് ഇൻഷുറൻസ് എംപ്ലോയീസ് സംഘ് BMS നവ സ്വകാര്യ ഇൻഷുറൻസ് ബാങ്കിംഗ് മേഖലയിലെ സേവന വേതന ക്രമീകരണങ്ങൾക്കെതിരെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ പ്രക്ഷോഭ പരിപാടികൾ NGBIES-നോടൊപ്പം അണിചേരുവാൻ മുഴുവൻ ജീവനക്കാരോടും ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ബംഗാളിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികൾക്ക് 500-600 രൂപയും ഒരു ദിവസം ശമ്പളം കിട്ടുമ്പോൾ ഇവിടെ 200-250 രൂപയ്ക്കാണ് ഈ സെക്ടറിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. സ്വകാര്യ ഇൻഷുറൻസ് ബാങ്കിംഗ് മേഖലയിലെ തൊഴിൽ സുരക്ഷ എന്നത് പ്രവചനാതീതമായ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം വർഷങ്ങൾ കമ്പനികൾക്ക് വേണ്ടി ചെലവഴിച്ച് തന്റെ ചോരയും നീരും പറ്റുമ്പോൾ നിസ്സാരമായ കാരണങ്ങൾ കാണിച്ച് ജീവനക്കാരെ നിഷ്കരണം പുറത്താക്കുന്ന പ്രവണത ഈ മേഖലയിൽ ഏറെയാണ്. ചിട്ടയായ ബോധവൽക്കരണവും അധിക പരിശീലനവും നൂതന മാർഗനിർദ്ദേശങ്ങളും നൽകി മുതിർന്ന ജീവനക്കാരെ സംരക്ഷിക്കേണ്ട ബാധ്യത കമ്പനികൾക്കുണ്ടെന്നും NGBIES ഭാരവാഹികൾ പറഞ്ഞു. തപാൽ വകുപ്പിന്റെ VPP സൌകര്യം ഉപയോഗപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന സംഘം മലപ്പുറം ജില്ലയിൽ പിടിമുറക്കുന്നു. സ്വർണമാലയും റിസ്റ്റ് വാച്ചും സമ്മാനമായി ലഭിച്ചുവെന്ന് മൊബൈൽ ഫോണിലൂടെ അറിയിച്ചാണ് തട്ടിപ്പ്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് പിന്നിലെന്നാണ് സൂചന. 2 മാസം മുൻപാണ് മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി ഹുസൈന് സ്വർണമാലയും റിസ്റ്റ് വാച്ചും സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന അറിയിപ്പ് ലഭിച്ചത്. അന്നതത്ര കാര്യമാക്കാതിരുന്ന ഹുസൈൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓഫീസിൽ നിന്നും പാഴ്സൽ എത്തിയിട്ടുണ്ടെന്ന അറിയിപ്പ് ലഭിച്ചതോടെ ഒന്ന് ഞെട്ടി. സമ്മാനം കൈപ്പറ്റാൻ പോസ്റ്റ് ഓഫീസിലെത്തിയ ഹുസൈനോട് VPP തുകയായ 525 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പണമടച്ച് സമ്മാനം കൈപ്പറ്റിയപ്പോഴാണ് ഹുസൈൻ തനിക്കു പറ്റിയ അമളി തിരിച്ചറിഞ്ഞത്. കവറിൽ 20 രൂപ പോലും വിലയില്ലാത്ത ഫാൻസി മാലയായിരുന്നു. നമുക്കൊരു ഫോൺ വന്നതാണ്, നിങ്ങൾക്ക് ഒരു പ്രൈസ് അടിച്ചിരിക്കണമെന്ന് അറിഞ്ഞു. അങ്ങനെ ആ പ്രൈസ് അടിച്ചെന്ന് അറിഞ്ഞ് ഒരു ഞങ്ങൾക്കൊരു സമ്മാനം ഉണ്ട്, ഒരു റാഡോ വാച്ചും ഒരു ചെറിയൊരു സ്വർണ്ണമാല ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഇന്നലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ച് നിങ്ങൾക്കൊരു ലഗേജ് വന്നേക്കാണ്, ഇവിടെ വന്നിട്ട് സാധനം വാങ്ങി പോകാമെന്നത്. ആ 525 രൂപ നമ്മളവിടെ കെട്ടിച്ചു കൊടുത്ത് സാധനം എടുത്ത് വണ്ടി കയറി പൊളിച്ചു നോക്കുമ്പോഴാണ് ഈ സാധനമാണെന്നുള്ളത് നമ്മൾ അറിയുന്നത്. സമാന രീതിയിൽ ചെട്ടിപ്പടി സ്വദേശിയായ യുവാവും കബളിപ്പിക്കപ്പെട്ടിരുന്നു. കാര്യം പുറത്തു പറയാനുള്ള ചമ്മൽ മൂലം പലരും പറ്റിയെന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. പാഴ്സലിൽ ഹൈദരാബാദ് മേൽവിലാസമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ തട്ടിപ്പ് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് മലബാർ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ മികച്ച വനിതാ പോലീസിന് നൽകുന്ന സ്വർണ്ണ പതക്കത്തിന് മാജി ഡി റൊസാരിയോ അർഹയായി. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ D സാലിയുടെ നേതൃത്വത്തിലാണ് മാജിയെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. സ്ത്രീ സുരക്ഷയ്ക്കായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വനിതാ സിവിൽ പോലീസ് ഓഫീസർക്കുള്ള മലബാർ ഹോസ്പിറ്റൽ സ്വർണ്ണപതക്കം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ മാജി ഡി റൊസാരിയോക്ക് സിറ്റി പോലീസും എരഞ്ഞിപ്പാലം മലബാർ ഹോസ്പിറ്റലും സംയുക്തമായി പോലീസ് ക്ലബിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ D സാലി മാജിക്ക് സ്വർണ്ണപതക്കം സമ്മാനിച്ചു. സിറ്റി പോലീസ് പരിധിയിലെ 85 വനിതാ പോലീസുകാരുടെ പാനൽ തയ്യാറാക്കിയാണ് മാജിയെ മികച്ച വനിതാ സിവിൽ പോലീസ് ഓഫീസറായി തെരഞ്ഞെടുത്തത്. 2001 പോലീസ് സേനയിൽ എത്തിയ മാജി ചേവായൂർ കസബ വനിതാ പോലീസ്, ചെമ്മങ്ങാട് വനിതാ സെൽ, മെഡിക്കൽ കോളേജ് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി ചെയ്തു. മാജി വെള്ളിമാടുകുന്ന് സ്വദേശിനിയാണ്. ഭർത്താവ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ ജോഷി വിൻസെന്റ്. മലബാർ ഹോസ്പിറ്റൽ MD ഡോക്ടർ PA ലളിത അധ്യക്ഷം വഹിച്ചു. വനിതാ സെൽ CI ഷാന്റി സിറിയക്കിനെ ചടങ്ങിൽ മലബാർ ഹോസ്പിറ്റൽ CEO ഡോക്ടർ മിലി മണി പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഡോക്ടർ രേണുക രാധാകൃഷ്ണൻ, റിട്ടയർഡ് കേണൽ സുശീല നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മലബാർ ഹോസ്പിറ്റൽസും ജില്ലാ പോലീസും ചേർന്ന് സൗജന്യ സ്ത്രീരോഗ നിർണയ ക്യാമ്പ് നടത്തി. വാർത്തയിൽ മറ്റൊരിടവേള. For you, forever. Apollo Gold. Kozhikode, Tirur, Manjeri, Vadagara, Kannur. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ
ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. റെഡ് എഫ്എം ബ്ലഡ് ഡോണേഴ്സ് ഡാറ്റ ഡയറക്ടറി പുറത്തിറക്കി. ഫോക്കസ് മാളിൽ നടന്ന ചടങ്ങ് DFO അമൽദീപ് കൌർ പ്രശസ്ത ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ വി ദിജുവിന് ആദ്യ കോപ്പി നൽകി പ്രകാശനം ചെയ്തു. റെഡ് എഫ്എം ബ്ലഡ് ഡോണേഴ്സ് ഡാറ്റ ഡയറക്ടറി പുറത്തിറക്കി. കോഴിക്കോട് ഫോക്കസ് മാളിൽ നടന്ന ചടങ്ങ് DFO അമൽദീപ് കൌർ പ്രശസ്ത ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ വി ദിജുവിന് ആദ്യ കോപ്പി നൽകി പ്രകാശനം ചെയ്തു. ബ്ലഡ് ഡോണേഴ്സ് ഡയറക്ടറിയുടെ ഒഫീഷ്യൽ ലോഞ്ച് അമൽദീപ് കൌർ IFS ഒളിമ്പ്യൻ ദിജുവിന് നൽകിക്കൊണ്ട് നടത്തുകയാണ്. കാര്യമാണ് ഈ ഒരു ബ്ലഡ് ഡൊണേഴ്സിന് ഇവർ റെഡ് എഫ്എം ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇവരോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തരുമായി അതിൽ ചേർന്ന് ഇതൊരു വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. റെഡ് എഫ്എം അസിസ്റ്റന്റ് പ്രോഗ്രാം ഹെഡ് മിനി PS നായർ, സീനിയർ അക്കൌണ്ട്സ് മാനേജർ S ഗുരുദത്ത്, സൂര്യ TV ബ്യൂറോ ചീഫ് P അനിൽ, നാച്ചുറൽ ബ്യൂട്ടി കെയർ MD മായ ഷാജി, KVR ഡെപ്യൂട്ടി GM ഷിനോജ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ കൺമണിക്കൂട്ടം പഠനോത്സവ നിറവ് വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ പരിപാടിയിൽ പങ്കെടുത്ത് ആഘോഷത്തിന് മാറ്റുകൂട്ടി. പരിപാടി സമാപിച്ചു. ഒരു കുട്ടിയുടെ സർവ്വതോന്മുഖമായ വികസനം ഉറപ്പുവരുത്തുന്ന പഠന നേട്ടങ്ങളുടെ നിറവായ കൺമണിക്കൂട്ടം 2015 വൈവിധ്യങ്ങളായ പരിപാടികൾ നടന്നു. നാട്ടിലെ നല്ല കൃഷിക്കാരനെ ആദരിക്കലും അമ്മയും കുഞ്ഞും ആദരിക്കലും, നിർമ്മാണ പരിശീലന പരിപാടിയും, കുട്ടികൾക്കുവേണ്ടി കസേരക്കളിയും വെള്ളം കളിയും നടന്നു. വൈകിട്ട് പാവകളിയും കുട്ടികൾക്കായി പാലിയേറ്റീവ് ക്യാമ്പും സംഘടിപ്പിച്ചു. രാത്രി അമ്മമാരുടെ തിരുവാതിരക്കളിയും ടീച്ചർമാരുടെ നാടൻ പാട്ടും നടന്നു. തുടർന്ന് നടന്ന ക്യാമ്പ് ഫയറിൽ നാടൻപാട്ട്, കോൽക്കളി, ഒപ്പന, പാട്ടുകൂട്ടം എന്നിവ സംഘടിപ്പിച്ചു. തുടർന്ന് സമ്മാനദാന ചടങ്ങും നടന്നു. 5ാം തരത്തിൽ നിന്ന് സ്കൂളിനോട് വിട പറയാൻ നിൽക്കുന്ന നാളെയുടെ പ്രതീക്ഷകളെ ജീവിതത്തിന്റെ കരുതലും സുരക്ഷയും മനുഷ്യബന്ധങ്ങളും മറ്റും അറിയിക്കുന്നതിനാണ് കൺമണിക്കൂട്ടം പരിപാടി സംഘടിപ്പിച്ചത്. കക്കോടി മോരിക്കര ശ്രീജിത്ത് വധക്കേസിലെ 1ാം പ്രതിയായ പത്തേങ്ങൽ താഴത്ത് സന്ദീപിന്റെ വീടിനു നേരെ ആക്രമണം. വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും നശിപ്പിച്ചു. സംഭവത്തിൽ പത്തേങ്ങൽ താഴം പന്തപ്പിലാക്കൽ ശരത് ബാബുവിനെ എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മോരിക്കരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ശ്രീജിത്ത് വധക്കേസിൽ മുഖ്യപ്രതിയുടെ വീട് തകർത്ത് തീയിട്ടു. വീട്ടുപകരണങ്ങളും ഫർണിച്ചറും നശിപ്പിച്ചു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വൻ പോലീസ് കാവലേർപ്പെടുത്തി. കക്കുടി പടിഞ്ഞാറെ മോരിക്കര ചെറിയാല ശ്രീജിത്ത് മരിച്ച കേസിൽ 1ാം പ്രതി മോരിക്കര പത്തേങ്ങൽ താഴം MR സന്ദീപിന്റെ സന്ധ്യാനിവാസ് എന്ന വീടാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 ആക്രമിച്ചത്. സന്ദീപ് അറസ്റ്റിലായതോടെ ഫെബ്രുവരി 17 മുതൽ കുടുംബം മാറി താമസിച്ചിരുന്നു. വീടിനു മുന്നിൽ എലത്തൂർ സ്റ്റേഷനിലെ 2 പോലീസുകാരെ കാവലേർപ്പെടുത്തിയിരുന്നു. പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ വ്യാഴാഴ്ച ഉച്ചയോടെ വീട്ടുകാരെത്തിയെങ്കിലും CPM പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിപ്പോയി. ശേഷം 1:30 50 പേരുള്ള സംഘം വീടിന് കല്ലെറിഞ്ഞു. വാതിൽ ചവിട്ടി തുറന്ന് കയറി സാധനങ്ങളും കട്ടിലും കിടക്കയുമെല്ലാം അടിച്ചു തകർത്തു. മുകൾ നിലയിൽ കയറി തീയിട്ടു. കാവലിരുന്ന പോലീസുകാർ അറിയിച്ച പ്രകാരം കൂടുതൽ പോലീസ് എത്തുമ്പോഴേക്കും സംഘം രക്ഷപ്പെട്ടു. സന്ദീപിന്റെ പിതാവ് പത്തേങ്ങൽ താഴം രാമചന്ദ്രന്റെ പരാതിയിൽ എലത്തൂർ പോലീസ് കേസെടുത്തു.
ബീച്ച് ഫയറിൽ നിന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PK ബിജുവിന്റെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് ഫോഴ്സ് എത്തി. അതേസമയം സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പത്തങ്ങൽത്താഴ പന്തപ്പിലാക്കൽ ശരത് ബാബുവിനെയാണ് എലത്തൂർ SI അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 15 രാത്രി മാളിക്കടവ് പാലത്തിനടുത്ത് കോഴിപ്പറമ്പത്ത് ഭഗവതിക്കാവിലെ ഉത്സവ ദിവസം ശ്രീജിത്തിനെ സന്ദീപ് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സംഘം ചേർന്ന് പട്ടികയും കല്ലും ഉപയോഗിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സംഭവത്തിൽ അറസ്റ്റിലായ 13 പ്രതികളും റിമാൻഡിലാണ്. സന്ദീപിനെ കോയമ്പത്തൂരിലെ ബന്ധുവീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ബേപ്പൂർ സൌത്തിലെ GLP സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ഗിന്നസ് ജേതാവ് സുധീർ കടലുണ്ടി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഹെഡ്മിസ്ട്രസിനുള്ള യാത്രയയപ്പ് ചടങ്ങും നടന്നു. ബേപ്പൂർ സൌത്ത് GLP സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. 2010 മുതൽ ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപികയായിരുന്ന ശോഭനാമണി ടീച്ചർ സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ഇവർക്കുള്ള യാത്രയയപ്പും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. PTA പ്രസിഡന്റ് അബ്ദുൽ നാസർ അധ്യക്ഷം വഹിച്ച ചടങ്ങ് തബലയിൽ ഗിന്നസ് ജേതാവായ സുധീർ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ അബ്ദുൽ ഗഫൂർ, SRG കൺവീനർ PB പ്രജിത, സ്റ്റാഫ് സെക്രട്ടറി MK വാസു, കൌൺസിലർ T ഹസൻ, ബേപ്പൂർ SI ഗോപിനാഥൻ, മുരളി ബേപ്പൂർ, CA ജയകുമാർ, ഡോക്ടർ MP പത്മനാഭൻ, സെമീർ മാസ്റ്റർ, രാമചന്ദ്രൻ, വാസപ്പൻ മാസ്റ്റർ, ഭരതൻ, ശ്രീജിത്ത് ബേപ്പൂർ, ബാബു MK, ഗോപൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചടങ്ങിൽ ശോഭനമണി ടീച്ചർക്ക് ഉപഹാരങ്ങൾ നൽകി. ഇനി ക്ഷേത്രവിശേഷങ്ങൾ. മാറാട് സാഗരസരണി പൊന്നത്ത് ശ്രീ ഭഗവതിക്കാവിലെ താലപ്പലി മഹോത്സവം ഭക്തിസാന്ദ്രമായി നടന്നു. ആദ്യ ദിനം ശുദ്ധികലശത്തോടെ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് ഗണപതി ഹോമം, രക്ഷസിന് പായസം, ഗുരുപൂജ, ദേവീപൂജ, ദീപാരാധന, ചെണ്ടമേളം, നാഗപൂജ, സർപ്പബലി, ആഘോഷവരവ്, അന്തിത്തിറ, നൃത്തനൃത്യങ്ങൾ എന്നിവ നടന്നു. രണ്ടാം ദിനം ഗുരുപൂജ, ദേവീപൂജ, ചെണ്ടമേളം, തമ്പിറോഡ് കരുമകൻ ക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളത്ത്, പ്രസാദഊട്ട്, വെള്ളാട്ടുകൾ, തായമ്പക, താലപ്പലി, കരിമരുന്ന് പ്രയോഗം എന്നിവയ്ക്ക് ശേഷം തിറയാട്ടവും നടന്നു. സമാപന ദിവസം മഞ്ഞത്താലപ്പലിയും കലങ്കരിയും ഗുരുതി തർപ്പണവും ചാന്തണിഞ്ഞ തിറയും ഉണ്ടായിരുന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരാണ് റിസോഴ്സ് ടീച്ചേഴ്സ്. സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഓഫ് റിസോഴ്സ് ടീച്ചേഴ്സിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടക്കും. മാർച്ച് 14 കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് സോട്ടിന്റെ 3ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. റിസോഴ്സ് അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൊടുവള്ളിയിലെ 100ഓളം ചെറുകിട സ്വർണ്ണ വ്യാപാരികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ഒരു പുതിയ ആഭരണശാല ആരംഭിക്കുന്നു. KGM ഗോൾഡിന്റെ ഉദ്ഘാടനം മാർച്ച് 16 രാവിലെ 10 മണിക്ക് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. MPC നാസർ ചെയർമാനും K സുരേന്ദ്രൻ മാനേജിംഗ് ഡയറക്ടറുമായ 11-അംഗ ഡയറക്ടർ ബോർഡാണ് സ്ഥാപനം നിയന്ത്രിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF സംസ്ഥാനത്തൊട്ടാകെ ഭരണകേന്ദ്രങ്ങൾ ഉപരോധിച്ചു. പലയിടങ്ങളിലും കല്ലേറ്. ശനിയാഴ്ച ഹർത്താൽ. സംസ്ഥാന ബഡ്ജറ്റ് ആശ്വാസപ്രദമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ T നസറുദ്ദീൻ. സാമൂഹ്യനീതി നിയമം കൊണ്ട് മാത്രം നടപ്പാകുമെന്ന് കരുതുന്നില്ലെന്ന് മേയർ AK പ്രേമജം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ,